കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്ന കർത്താവിൻ്റെ മുൻപാകെ ആയിരിപ്പാൻ തക്കണം ഒരു ദിനം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ കർത്താവ് എത്ര നല്ലവൻ, എത്ര വലിയവൻ, എത്ര വിശ്വസ്തന, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ്, ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ദൈവമാ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ എന്ന വചനത്താൽ എൻ്റെ കർത്താവെ ഭയം കൂടാതെ ഹല്ലേലൂയ അടിയങ്ങൾക്ക് ഉറങ്ങുവാൻ അവിടുന്ന് സഹായിച്ചു ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കി. നന്ദി നന്ദി കർത്താവെ, നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല അത് ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ആ പൊന്നുകരം ഞങ്ങളെ ഒന്ന് ചാർത്ത് പിടിക്കണമേ. ആ വഴികളിൽ ഞങ്ങളെ നടത്തണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനയാത്ര വഴിയാത്രയിലെല്ലാം കർത്താപ്പൻ്റെ സാന്നിധ്യം വേണമപ്പാ. ആപത്തനർത്ഥത്തിൽ നിന്ന് രോഗദുഃഖാദികളിൽ നിന്ന് പകർച്ചബാധകളിൽ നിന്നെല്ലാം ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയെല്ലാം സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ദൂരത്തും ചാരത്തുമായി നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദൂരതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാം ഒരുപോലെ അനുഗ്രഹിച്ച് കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് ജീവനും ഭക്തിക്കും വേണ്ടെന്ന് തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബലം നിന്നുള്ള മനുഷ്യനാപ്പ ഭാഗ്യവാൻ. അഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നടത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷീണങ്ങളെ ഭാരങ്ങളെ രോഗങ്ങളൊക്കെയും മാറ്റി ഞങ്ങൾക്ക് തന്ന ഓജസ്സിനും തേജസ്സിനുമായി എല്ലാ സൗഖ്യത്തിനും വിടുതലിനുമായിട്ട് നന്ദി പറയട്ടെ കർത്താവേ. സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവർക്ക് ഒരുക്കുന്ന നല്ല വിജയത്തിനായിട്ട് നന്ദി പറയുന്നു. തുടർന്നും കർത്താവെ ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിനൊക്കെ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ എല്ലാവരെയും പേരുപേരായി സമർപ്പിക്കുന്നു. OETയും IELTSഉം പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. നന്നായി കർത്താവരുടെ പരീക്ഷകളൊക്കെ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും അവരാഗ്രഹിച്ച സ്ഥാനങ്ങളിൽ കടന്നു പോകാനും സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹത്തെ പകരണമേ, തടസ്സം മുടക്കം മാറ്റണമേ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് ഉപജീവനമാർഗത്തിൻ്റെ വഴിയൊരുക്കി തൻ്റെ മക്കളെ മാനിക്കുവാൻ പോകുന്നവർക്ക് നന്ദി പറയുക. വിവാഹപ്രായം കഴിഞ്ഞ് മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് ഒരുക്കുന്ന തക്ക തുണയ്ക്കായി നന്ദി പറയുന്നു. അവരുടെ വിവാഹം നടക്കാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാസം തികയോളം കൂടിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞിനെ തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. തലമുറകളെ നൽകി അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ.
ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിച്ചു കൊള്ളണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ചു കൊള്ളണമേ. സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നിൻ്റെ സമാധാനത്താൽ ആ കുടുംബത്തെ നിറയ്ക്കുമാറാകണമേ. ഇവരുടെ നടുവിൽ കരയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ളൊരപ്പച്ചൻ ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയുക. ഭവനം പണിയുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, ഭവനത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നൽകിത്തരുവാൻ സർവശക്തനാകയാൽ ബലമുള്ള കാര്യത്തിൽ തൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവെ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. സ്വർഗം അവർക്ക് വേണ്ടി ഭവനമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ചില നേർന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. സംബന്ധമായ തർക്കത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എൻ്റെ കർത്താവ്, നീ ആ വിഷയത്തിന്മേലൊക്കെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്യാൻ മതിയായവനാകിയാൽ സ്തോത്രം. മനസ്സിലും കരുണയുമുള്ള ദൈവമാകിയാൽ സ്തോത്രം. അപ്പാ, ഈ സമയം ഹാലിൽ കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കണമേ. ദൈവകൃപയുള്ളവരെ തിരഞ്ഞെടുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, ഇവയുടെ പ്രദേശം, മസ്കറ്റിൻ്റെ പ്രദേശമൊക്കെ അതിഭയങ്കരമായ വെള്ളപ്പൊക്കത്താൽ അനവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് ദൈവമായ കർത്താവെ, ഞങ്ങളുടെ അസ്ഥിയുടെ മാംസത്തിൻ്റെ മാംസമായ പ്രിയപ്പെട്ടവരെ അലമുറയിട്ട് കരയുന്ന സന്ദർഭത്തിൽ കർത്താവേ, നിൻ്റെ സഹായത്തിൻ്റെ കരവുമായി ഹല്ലേലൂയ കർത്താവ് കടന്നു ചെല്ലുന്നോർത്ത് നന്ദി പറയുന്നു. എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും കർത്താവ് വീണ്ടെടുക്കണമേ. അനേകായിരങ്ങൾക്ക് ഉപജീവനമാർഗമാകുന്ന രാജ്യങ്ങളാ കർത്താവേ, കഷ്ടങ്ങൾ സങ്കടങ്ങളിൽ നിന്നെല്ലാവരെയും വിടുവിക്കണമേ. നഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഹല്ലേലൂയ സകലതും നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ വിഷയം വേദനയോടെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. സമാധാനമായിരിക്കാൻ എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്നതെല്ലാം കൊടുത്ത് സ്വർഗം പോഷിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം സുവിശേഷ വേലകളെയും വേലക്കാരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് ജയോത്സവമായ കർത്താവിന് വേല ചെയ്യാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ചുറ്റുപാടായാലും കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകിയവരെ സഹായിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ടുതരിക അപ്പാ. മദ്യത്തെ ഹാലിൽ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവർ, ചിക്കൻ ബോക്സിനാൽ ഭാരപ്പെടുന്നവർ കർത്താവേ സ്തോത്രം. ശാരീരികമായ പലവിധ വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളുമുള്ളവർ, ദൈവമായ കർത്താവ് ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും തലയ്ക്കകത്തെ വേദനയുമായി ഭാരപ്പെടുന്നവർ, ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവർ, ഭവനത്തിൽ കിടക്കയിലായിരിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആൻപാർന്ന കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ. നീ അല്ലാതെ ഞങ്ങളെ സഹായിക്കുവാൻ മറ്റാരുമില്ല കർത്താവ്. കരുണയുടെ കരമെന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, സഹായിക്കണമേ. സൗഖ്യപ്പെടുത്തണമേ. അവിടുന്ന് ഒന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങൾക്ക് പൂർണ്ണ വിടുതലുണ്ട് കർത്താവ്. ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാ, ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവ്. വീണ്ടും ഇടയങ്ങളെ അനുഗ്രഹിക്കണം, കൃപയിൽ അങ്ങ് പൊതിയണം, കൂടെയിരിക്കണം. ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന ഒരു സുരക്ഷിതമായി കടന്നു ചെന്ന് സന്തോഷത്തോടെ ജോലി കാര്യങ്ങളെ ചെന്ന് ജീവിപ്പാനൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷം പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷനായിട്ടൊക്കെ വിധേയപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ മക്കളുടെ മേൽ നീട്ടണമേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. വിടുതൽ പ്രാപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.